കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എന്തൊക്കെ പയറ്റിട്ടും കൊണ്ട് അടുക്കണില്ല അല്ലേ? ഭയങ്കര സാധനം അച്ഛൻ. ഹൗസ് ഓണർ വിളിച്ചിരുന്നു. നീ എന്നെ അങ്ങനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചത് പ്രഷർ എനിക്കും പ്രഷർ ഇരിക്കണേ. എന്നെ കൊണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണേ? നീ എന്തിനാ ഞാൻ പറയണത്? നിങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതായിട്ട് നിങ്ങൾ എന്തിനാ പറയണത്? നോക്കണത് അവ അമ്മാനം കളിച്ചോണ്ടി നീ തള്ളേരെ ചൊൽപ്പടിക്കലേ നിൽക്കുള്ളൂ. നീ ഈ പൈസയുടെ ഒറ്റ കേസിലാണ് ഞാൻ നീ തവി തെറ്റുന്നത്. വാടക നിന്റെ ഏർപ്പാടാണ്. പല ലച്ചു കറണ്ട് പാല് പത്രം അത് മുടിയായി. ബാക്കി എല്ലാ കാര്യം ഞാൻ നോക്കണത്. മാസം എത്ര രൂപ ഞാൻ കൊണ്ടുവരണത്? എത്ര രൂപ? ആകെ ഈ മാസം ഒരു 5-6 പ്രാവശ്യം 500 രൂപ കൊണ്ടുവന്ന് 3 പ്രാവശ്യം 2-3 പ്രാവശ്യം ഒരു 1000 രൂപ വെച്ച് തന്നിട്ടുണ്ട്. ഇത്രേ തന്നിട്ടുള്ളൂ. അയ്യോ 5-6 പ്രാവശ്യം 17 പ്രാവശ്യം ഞാൻ 500 നോട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഏകദേശം 7 ദിവസത്തോളം 1000 നോട്ട് തന്നു. നിങ്ങക്ക് എല്ലാം ഡബിളായിട്ട് തോന്നണം. എനിക്ക് ബോധമില്ല, അതാണ് കാര്യം. നിനക്ക് 500 രൂപ എനിക്കൊന്നും അറിഞ്ഞൂടാ. പത്രം പാല് കറണ്ട് അതെനിക്കറിയുള്ളൂ. എനിക്ക് തോന്നിയതല്ലേടി. ഇനി നോക്കിയോ ഞാൻ കൃത്യമായിട്ട് പൈസ കറക്റ്റായി എഴുതിയിടുകയും ചെയ്യും. പിന്നെ നിന്നെ കളിപ്പിക്കില്ലല്ലേ? അമ്മ ഞാൻ പോയിരുന്ന് പഠിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ഇവൾക്ക് കളിക്കണം പോലും. ഞാൻ പഠിക്കേണ്ടിരിക്കാനുള്ള മെയിൻ റീസൺ ഈ കുരുട്ടാണമ്മ. നിനക്ക് വേറെ നാണ്. നീ പഠിക്കാൻ എന്റെ കൊച്ചിനെ പറയണത്. ഇവളുടെ മെയിൻ സാധനമാണല്ലോ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ തലയിൽ എടുത്തിടുക. അത് സ്ഥിരമുള്ള കാര്യമാണ്. കറക്റ്റ്. ഒരു മിനിറ്റ്, ഇതിപ്പോ രാവിലെ തൊട്ട് ഇങ്ങനെയാണല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എല്ലാവരോടും എന്നെ കുറ്റം പറയുവാണല്ലോ. എന്താണ് ഇവിടെ ഇങ്ങനെ? ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. തനിക്ക് പറ്റുമെങ്കിൽ ഇവിടെ നീ അല്ലെങ്കിൽ അപ്പുറത്തോട്ട് പോകും. അത് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് എന്റെ കാര്യങ്ങളും പറയണ്ടേ? എന്താണ് നിന്റെ കാര്യങ്ങൾ? പഠിക്കുക, തിന്നുക, പഠിക്കുക. പിന്നെ കൊച്ചിനെ നോക്കുക. അത് സ്നേഹം കൊണ്ടല്ലേ. അതിന്റെ കൈ ഇങ്ങനെ മുട്ടായി പിടിച്ച് വായിക്കാനല്ലേ നീ കൊച്ചിനെ സ്നേഹിക്കണം അല്ലേ? അങ്ങനെ ശരി, നമുക്ക് പോവാ. അതെ, നീ അതിനെ എടുത്തോണ്ട് പോയിട്ട് അടുത്ത കംപ്ലൈന്റും കൊണ്ടുപോവാ. അതിൽ അടുത്ത ഡയലോഗ് ഇറക്കിട്ട് അങ്ങനെ സമയം കളഞ്ഞ് ഒട്ടും പഠിക്കരുത്. ഒരു കൊച്ചിനെ കൊണ്ട് എന്റെ പൊന്നു, ഇതിനൊക്കെ വേണ്ടി പൈസ പോണതാണ്. 1 ലക്ഷമില്ലാത്ത മതി, ഞാൻ പൊക്കോളാം. പോയിക്കോ. ഓ ശരി, അങ്ങനെയാണല്ലേ. നീ വരുന്നില്ലല്ലോ? ഞാൻ വരുന്നില്ല. വന്നിട്ട് എന്നെ കൊച്ചം പറയാനല്ലേ? അയ്യോ, എന്നാ പിന്നെ തമരായിട്ട് ഇവിടെ ഇരുന്നോട്ടാ. നീ അങ്ങോട്ട് വാ, ഞാൻ തരാം. ഇളിക്കല്ലേ. മൂത്തോരെ തല്ലിപ്പടിക്ക് തരാ. ഇത് ഞാൻ വന്നിട്ട് തന്നോളാം കേട്ടോ. ഇവിടത്തെ പണി ഒന്ന് കഴിയട്ടെ. അപ്പൊ പാല് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒന്നെങ്കിൽ പലവ്യഞ്ജന കടയിലെ പൈസ, അല്ലെങ്കിൽ പാല് പത്രം കറണ്ട്, അതല്ലെങ്കിൽ വാടക കൊടുത്തേക്കണം. വാടക കൊടുക്കാനാ? ഞാൻ മറ്റേ മാനേജറൊന്നുമല്ല. ഞാൻ പാവപ്പെട്ട ഒരു സൈഡിലെ സൂപ്പർവൈസറാണ്. അയ്യോ, ലക്ഷങ്ങൾ അമ്മാനാടുന്ന ആളല്ലേ, അത് മറക്കണ്ട. ഞാൻ പറഞ്ഞിട്ട് പോ. എന്തിനെങ്കിലും വെച്ചു നീട്ടണം, വെച്ചിട്ട് പറഞ്ഞിട്ട് പോങ്ങ്. അച്ഛൻ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ തൽക്കാലത്തേക്ക് എവിടെ നിന്ന് കടം മേടിച്ച് കൊടുക്കുക അമ്മയ്ക്ക്. എന്നിട്ട് കടം അച്ഛൻ സമയം കിട്ടുമ്പോഴേച്ച് വീട്ടു. മക്കളെ മുടിയാ, നീ കൊള്ളാം കേട്ടാ. കൈവാക്കിന് കിട്ടും, തരാം. അപ്പൊ നീ തള്ള കൂടെ കാണൂല, വാങ്ങിക്കാൻ നീ മാത്രമേ കാണൂ. ബാല് മറക്കണ്ടേ. എവിടെന്നെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും എവിടെന്നെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും ഇതൊന്നും. ഞാൻ അങ്ങോട്ട് പോയിട്ട് പടവലത്ത് പോയിട്ട് വരാം. കടം വെച്ചിട്ട് വരാം. അതിനിപ്പോ പടവലത്ത് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇല്ലടാ, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ കയ്യിൽ തന്നെ ഉണ്ടോ ഉറപ്പ്? ഇതിന്റെ അടിയിൽ നോക്കി. ചെല്ലവിടെ പോയിരിക്കും. എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും. മൊബൈൽ എടുത്ത് നോക്ക്. സൂപ്പർ അല്ലേ? എല്ലാം കൂടെ ഇവിടെ കൂടിക്കണേ. പടവലക്കാരി, അടുക്കള മുടിയായി, പാറമട ശിവാനി എല്ലാം കൂടെ എന്ത് ഇവിടെ കയറി നീങ്ങണ? അല്ല, ജോലിയൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെ വന്നങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ച്. എന്ത് കുഴപ്പം? ജംഗ്ഷൻ പ്രദർശനമൊക്കെ കഴിഞ്ഞാ? പ്രദർശനം കഴിച്ച് നാളെ ജംഗ്ഷനിൽ പോകുമ്പോഴേ എന്റെ അമ്മായിയപ്പൻ ഇവിടെ കൊണ്ടുപോകുന്ന ഞാൻ പറഞ്ഞു. പിള്ളേരടുത്തൊക്കെ പറഞ്ഞു മാറിയത്. വന്ന ഉടനെ സിംഹാസനത്തിന് ഉപവിഷ്ടനായില്ലെങ്കിൽ സമാധാനം ആവില്ല അല്ലേ? ഇരുന്നു, കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. തുറന്നു അത് മര്യാദ അച്ഛൻ അടച്ചിട്ടുണ്ടാവില്ല. അവളാണെങ്കിൽ അച്ഛൻ മിഠായി തീരും കൊണ്ടിരുന്നു പറഞ്ഞ് കാത്തിരിക്കുവായിരുന്നു. ശിവാനി കാത്തിരുന്നില്ല. വെറുതെ എന്തിനാണ് എന്ത് പറഞ്ഞാലും എന്റെ പേര് ഇങ്ങനെ കുത്തി കയറ്റുന്നത് ചേട്ടാ. പണിയില്ലേ? എന്റെ പൊന്നച്ഛനെ തല്ലി പഠിപ്പിക്കല്ലേ, ഞാൻ പഠിച്ചോളാം. തല്ലിയാലും ശിവാനി പഴുക്കൊന്നും ഇല്ലല്ലോ. എന്റെ ദൈവമേ, എന്റെ സമയം ശരിയല്ല. അതാ ബാലുവേ, ആ പലചരക്കടക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അയാളുടെ 5000 രൂപ കൊടുത്ത സമാധാനം അയാന്. വിളിക്കണത് ഇനി അയാളെ കടയിൽ സാധനം വാക്കി കേട്ടാ.
എന്നാ പിന്നെ പുതിയ പലവഞ്ചന അച്ഛന്റെ ഏർപ്പാടിൽ കണ്ടുപിടിക്കും ഇനി പോലും നമുക്ക് അവിടെ പറ്റെഴുതി അത് കളിക്കാം അത് ശരിയാവില്ല അത് ശരിയാവില്ല അങ്ങനെ ചെയ്ത പിന്നെ അച്ഛൻ അവിടെ പൈസ കൊടുക്കേണ്ടി വരുമല്ലോ അത് ഒട്ടും ശരിയാവില്ല. ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ അയാളുടെ പ്രശ്നം അതോടെ സോൾവ് ആയനെ. കുറെ നേരമായ അല്ലടി 5000 വിളിക്കണത്. നീ ആകാശത്തോട്ട് പ്രാർത്ഥന 5000 തരണം, ദൈവം കൊണ്ടുവരും. ആണോ? ആ അങ്ങനെ പറഞ്ഞ ദൈവം തരുമോ? അങ്ങനെ പറഞ്ഞ തരും. ശരി, എന്റെ ദൈവമേ, എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂര പോരാ 5000 രൂപ തരുമോ? ആ പലചരക്കടക്കാരന് കൊടുക്കാനാ. ഒരു നിവൃത്തിയിൽ ആരോട് ചോദിച്ചിട്ട് ആരും തരണില്ല. അയ്യോ പിഞ്ച് ബാലിക ഭ്രാന്താടാ അവക്ക്. തരാന്നോ? എവിടെ ഇരിക്കണ്ട്? ആണോ? അപ്പൊ ഞാൻ എടുത്തോട്ടെ? ശരി, ഇപ്പൊ തന്നെ എടുക്കാം. എടാ, ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ടായിരുന്നാ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അമ്മോ. അച്ഛൻ ഞാൻ കണ്ടിച്ച പിടിക്കണം, പിടിക്കണം, പിടിക്കണം. ഞങ്ങൾ കൂടെ ഒന്ന് കാണും. എടുത്തോ, എടുത്തോ. കിട്ടിയാ? പറ്റിച്ചില്ല. അതാണ് ദൈവം പറഞ്ഞത് അവിടെ ഇരിപ്പുണ്ടെന്ന്. പൈസ 500 രൂപയുണ്ട്, വട്ടച്ചെലവിന് ഇരിക്കട്ടെ. ബാക്കി എന്തെങ്കിലുണ്ട്? പൊരി വൈരത്ത് സൈറ്റില് വായിട്ടടച്ച് കിട്ടിയ കാശാണ്, എനിക്കിത് ആവശ്യമുണ്ട്. മേല ആ പൈസ കിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൂത്തി വെക്കരുത്. നിങ്ങൾ ഈ കാണിക്കുന്ന പോലെ ഞാൻ ഈ വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. എന്റെ മക്കളും പട്ടിണി അടക്കും, നിങ്ങളും പട്ടിണി അടക്കും. ഈ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ അപ്പൊ ഇത് ആവർത്തിക്കരുത്. ഇതെന്റെ കയ്യിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ്, എനിക്ക് ആവശ്യമുണ്ടെന്ന്. 5000. ഓ എന്റെ കൃഷ്ണ, ഇത്രയും പെട്ടെന്ന് സഹായിച്ചിരുന്നത് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു. നീലു ചക്കര മുത്തേ 2500. ഇല്ലട ചക്കര, ഇത് തരാൻ പറ്റില്ല. ഇതേ എനിക്ക് ദൈവം തന്ന പൈസയാണ്. ഇതൊരു കട്ടുവേണം നോക്ക്. വേല ചെയ്തുകൊണ്ട് കൊടുത്താലും കൈ ഒതുക്കില്ല, കാശ് പിടിച്ചു വാങ്ങി. ആഹാ എന്ത്